എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ കൺഫർമേഷൻ വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് കൺഫർമേഷൻ വരുമ്പോൾ മെസ്സേജ് വരുമോ എന്ന് കുറച്ച് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നോക്കുക, എനിക്ക് വന്നിട്ടുള്ള മെസ്സേജാണിത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും വന്നിട്ടുള്ള മെസ്സേജാണ്. അതായത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 257/2022 എന്നുള്ള കാറ്റഗറി നമ്പറിലേക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. 262/2022 ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലും ഇതേ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ PSC പ്രൊഫൈലിൽ കയറിയിട്ട് എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ കുറച്ച് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് 3 കൺഫർമേഷനാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഫിൻ ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ഗൂഗിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി വെച്ച് സ്റ്റക്കായി പോകും. അതുകൊണ്ട് തന്നെ പുഫിൻ ബ്രൗസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ PSC തുളസി എന്ന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇത് വരും. അതിൽ യൂസർ ID, പാസ്വേഡ്, ആക്സസ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് നോക്കാം. 3 കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ടൈപ്പിസ്റ്റ്, റിപ്പോർട്ടർ ഗ്രേഡ് 2 ഇംഗ്ലീഷ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് യുവർ കൺഫർമേഷൻ ഓൺ ഓർ ബിഫോർ 12/12/2022. അതായത് ഡിസംബർ 12, 2022 മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൺഫേം നൗ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ്, സെലക്ട് താലൂക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ, മീഡിയം അത് കൊടുക്കുകയാണ്. എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 22/2/2023. പിന്നെ അതുപോലെ തന്നെ ഇവിടെ OTP വഴി നമുക്ക് OTP കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാണ്. അത് കറക്റ്റ് ആദ്യത്തേത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ എൻ്റെത് വയനാടാണ്. താലൂക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക. മലയാളം തന്നെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം സെൻഡ് OTP എന്നുള്ളത് കൊടുക്കുക. OTP സെൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ OTP ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലിക്ക് ഹിയർ കൊടുക്കുക. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടിക്ക് മാർക്ക് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അവിടെ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം നമുക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് കറക്റ്റ് വന്നിട്ടുണ്ടാവും. സെൻഡ് OTP കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ടിക്ക് ചെയ്യുക, സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.